ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഡ്രിങ്ക്സ് അടിക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ ടോസ് ചെയ്ത് കുടിക്കുന്നതും വെള്ളം ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ടൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെയല്ലേ കുടിക്കാൻ പറ്റൂ. അപ്പോൾ ഇവരാണെങ്കിൽ എന്തൊരവസ്ഥയല്ലേ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. മിനാലി ആണെങ്കിലോ അല്ല, ഇന്നലെ ലോട്ടറി ടിക്കറ്റിൻ്റെ ആ ഒരു റിസൾട്ട് വരുന്നത് നമുക്ക് വലിയ സ്ക്രീനിലാക്കി കണ്ടാലോ എന്നൊക്കെ ചോദിക്കുന്നതും, അല്ല ആ ടൂറിസ്റ്റ് എവിടെയെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഈവും ഇത് ശ്രദ്ധിക്കുന്നത്. ഇവൻ വന്നിട്ടില്ല. ഇവനാണെങ്കിൽ റൂമൊക്കെ സെറ്റ് ആക്കുന്നതും ഗോവിനോട് ഫോട്ടോയാണ് നോക്കിയിരിക്കുന്നത് ഗോയിനയുടെ ഫോട്ടോയാണെങ്കിലും ഇവൻ്റെ മനസ്സിലേക്ക് വരുന്നത് മൊത്തം ഈവിനെ പറ്റിയായിരിക്കും. ഈ ഫോട്ടോയിലാണെങ്കിൽ എന്നെ എന്നും നോക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ടൈമിലാണ് അങ്ങോട്ട് ഈവ് എത്തുന്നതും. ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഉറങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൾ അകത്തേക്ക് കയറി വരികയാണ്. എന്താ ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഫുഡൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഈവിനോട് എനിക്ക് വിശക്കുന്നില്ല എന്ന് ഇവൻ പറയുന്നതും, ഇവിടെ വന്നിട്ട് താൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്താ തനിക്ക് വിശക്കുന്നൊന്നുമില്ലേ എന്ന് പറയുന്ന ഈവാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്താ ഈ ചെയ്യുന്നതെന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല, ഈ ഈച്ചകളെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം, ഇവിടെ ഒളിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മാറി നിൽക്കും, ഒന്ന് ഒറ്റയ്ക്ക് വിടുന്നൊക്കെ പറഞ്ഞ് ഇവൻ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഈ ഈച്ചകളെ കങ്സു കാണുകയാണെങ്കിൽ എടുത്തു കൊണ്ടുപോകും, ഇതിലും പരീക്ഷണം നടത്തും. അല്ല, അതാണല്ലോ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആവശ്യമില്ലാതെ ഡ്രഗ്സ് കുത്തിക്കയറ്റും, അതൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ പോക്കറ്റിൽ വരിടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ബഹളം വെക്കുന്ന ടൈമിൽ ഇവിടെയാണെങ്കിൽ കങ്സു കാണില്ല എന്ന് പറയുന്ന ഇവ അപ്പോഴാണ് ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പിക്ക് അവിടെ കാണുന്നതും. ഞാൻ എന്തായാലും പോവാ, പിന്നെ ഈ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിൻ്റെ ബോഡി നല്ല വീക്കാവും, അറിയാലോ സീറോ ഗ്രാവിറ്റിയിൽ ഹാർട്ട് ബീറ്റ് കുറയാൻ സാധ്യതയുണ്ട്, തൻ്റെ ഗേൾ ഫ്രണ്ടിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. മിനാലി ആണെങ്കിലോ ഇവളുടെ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വരുന്ന ടൈമിൽ മറ്റൊരു ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ പറന്നു പോകുന്നത് കാണുകയാണ്. ഇവളാണെങ്കിൽ ഇത് നോക്കുമ്പോൾ ഇത് പഴയ ലോട്ടറി ടിക്കറ്റ് ആണല്ലോ, ഇത് ആരുടെ ആയിരിക്കും എന്ന് ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ സ്റ്റാൻഡ് വിത്ത് മീ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും പേന കൊണ്ട്. ഇവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്നതും പിന്നീട് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ ഒരു ഹാളിൽ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും കങ്സ് കൊണ്ടുവരാൻ പറഞ്ഞ ഒരു ടിക്കറ്റ് ഇവ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഇരിക്കുന്നതും 100 ബില്യൺ ആണ് തുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കിളി പോകുന്നുണ്ട്. നമുക്കൊരു കോഫി ഉണ്ടാക്കിയാലോ എന്ന് കങ്സ് ചോദിക്കുന്ന ടൈമിൽ മിനാലി ആണെങ്കിൽ ഇവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞത് മിസ്സാവത്തില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവനത് ഉണ്ടാക്കാൻ പോകുന്നതൊന്നും അല്ല ആക്ച്വലി, അതായത് ഇങ്ങനെ ഈ ലോട്ടറി ടിക്കറ്റ് ഇവളോട് കൊണ്ടുവരാൻ പറഞ്ഞത് തന്നെ ഇതുപോലെ ഇവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടൈമിൽ ആ സ്പേംസ് എടുത്തിട്ട് എഗ്ഗിൽ കണക്ട് ചെയ്യാലോ. അങ്ങനെ ഇവനാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഹാർഡിലേക്ക് പോകുന്നതും ഡോർ ക്ലോസ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവന് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും, അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ചെയർമാനെ കാണാൻ എത്തുന്ന മകളും മരുമകളാണെങ്കിൽ അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത്, എത്രയും പെട്ടെന്ന് എക്സ് തിരിച്ച് ഗോങ്യോങ്ങിന് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ ചെയർമാനോട് പൊടിക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ മരുമകളാണെങ്കിലും അച്ഛൻ എൻ്റെ എഗ്ഗിനെ പറ്റി നന്നായിട്ട് അറിയാവുന്നത് ഗോങ്യോങ് ഡോക്ടർക്കാണ്, പ്ലീസ് ദയവ് ചെയ്ത് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആളാണെങ്കിൽ അവന് തീരെ എക്സ്പീരിയൻസ് ഇല്ല, അതും സീറോ ഗ്രാവിറ്റിയിൽ. അത് നന്നായിട്ട് കൺസ്യൂലുണ്ടെന്ന് പറയുന്ന ചെയർമാനോട് ബേസിൽ ആ ക്ലിനിക്കിനെ പറ്റി പറഞ്ഞത് അത് നുണയായിരുന്നുവല്ലേ, ആളുടെ ലൈഫ് വരെ റിസ്ക് എടുത്തിട്ട് അങ്ങോട്ട് പോയത് അതിന് വേണ്ടിയിട്ടായിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചെയർമാനാണെങ്കിൽ ഇവരെ അവോയ്ഡ് ചെയ്ത് ഹാളിലേക്ക് കടക്കുന്നുണ്ട്. അതിനുശേഷം ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് തന്നെയാണ് ഇവരും ഇരുന്ന് കാണുന്നത്. ആ ഹാളിലുള്ള ഒരു ഡോക്ടറാണെങ്കിൽ ഈ ഒരു ടൈമിൽ കങ്സു ഇപ്പോൾ സ്പേംസ് എഗ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് അവിടെ പറയുന്നതും, ഇതൊന്നും അറിയാതെ സ്പേസ് സ്റ്റേഷനിൽ എല്ലാവരും ഇങ്ങനെ റിസൾട്ട് കാണുന്ന ടൈമിൽ കങ്സു തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ഗോങ്യോങ്ങിന് ഡൗട്ട് അടിക്കുന്നുണ്ട്. സ്റ്റാഫ് ആണെങ്കിൽ ചെയർമാനോട് ഈ ഒരു ടൈമിൽ കങ്സു ഒരു പിപ്പറ്റ് കൊണ്ട് സ്പേംസിനെടുത്ത് മറ്റൊരു പിപ്പറ്റ് കൊണ്ട് അത് എഗ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദോവിനോടെ സ്പേംസിന് കുറച്ച് ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എത്രത്തോളം സീറോ ഗ്രാവിറ്റിയിൽ റെഡി ആകുന്നു അതിനനുസരിച്ചായിരിക്കും സക്സസ് ഉണ്ടായിരിക്കുക എന്നൊക്കെ ഡോക്ടർ പറയുന്നതും ഇതേ ടൈമിൽ തന്നെ കങ്സു ഇതൊക്കെ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ട് ഈ സ്പേംസ് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഗോങ്യോങ് ആണെങ്കിലും ഡൗട്ട് തോന്നിയിട്ട് ഇവനെ ഫോളോ ചെയ്ത് വരുന്നതും കറക്റ്റ് ഡോറിൻ്റെ മുന്നിൽ എത്തുന്ന ടൈമിലാണ് ഇവൻ അമ്മമാർ ഫോൺ വിളിക്കുന്നത് കേട്ടോ. ഇവനാണെങ്കിൽ ആ അമ്മയെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ കങ്സു ആണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നതും താൻ എന്താ ഇവിടെ നിന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ കങ്സു വില വെക്കുന്നേ ഇല്ല, അമ്മേ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇത് കാണുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഇവനെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. കങ്സു ആണെങ്കിലും പിന്നീട് ചെയർമാനെ വിളിച്ച് 7 എക്സിൽ സ്പേം ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങ് ഹാപ്പി ആകുകയാണ്. അപ്പോൾ അവിടെയുള്ളൊരു ഡോക്ടറാണെങ്കിൽ ആ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സക്സസ് ആവുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തിക്കുക എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന കങ്സു ആണെങ്കിൽ 7 എണ്ണത്തിലും ഫെർട്ടിലൈസേഷൻ സാധ്യമാകും, കാരണം ഞാൻ കറക്റ്റ് എഗ്ഗിൻ്റെ സെൻറ്ററിലാണ് സ്പേംസിന് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളതെന്ന് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെയർമാൻ ആണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ചെയർമാൻ ആണെങ്കിലും ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഗോങ്യോങ്ങിന് ഡെലിവറി ബോയ് ആയിട്ട് അയക്കാനും അതുപോലെ ഈ ഒരു മിഷൻ ഞാൻ ഏറ്റെടുക്കാനൊക്കെ താൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഓഫർ സ്വീകരിച്ചത് നന്നായി, അല്ലെങ്കിൽ ഗോങ്യോങ്ങിൻ്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് ഞാനിവിടെ
ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വന്നേനെന്നൊക്കെ പറയുന്ന ഒരു ചെയർമാനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഗോങ്യോങ് ആണെങ്കിലും ഇവൻ്റെ ഫ്രണ്ടിനോട് അമ്മമാരെ നോക്കണം, അവരധികം കുടിക്കാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ്റെ ഫ്രണ്ടും ഇതുപോലെ ഇവൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ ഒരു മിഷനെ പറ്റി അറിയാം. എന്തായാലും സ്പേംസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്തു, സക്സസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ. ഗോങ്യോങ് ആണെങ്കിൽ കങ്സുവിന് കൊടുത്തു, എല്ലാം ഫ്ലോപ്പായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ മോട്ടറിൻ്റെ ശബ്ദം കാരണം ഈ ഫ്രണ്ടിനൊന്നും കേൾക്കാനില്ല. ഇതെന്താ ഭയങ്കര ശബ്ദം എന്നൊക്കെ ഇവനവിടെ ചോദിക്കുന്നുണ്ട്. ഗോങ്യോങ് ആണെങ്കിലോ എടാ ഈ ക്രയോജനിക് ഫ്രീസർ എങ്ങനെ തുറക്കുക എന്ന് അറിയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലാണല്ലോ സ്പേംസ് ഇരിക്കുന്നത്, എന്താ ഒന്നും കേൾക്കാനില്ല എന്ന് പറയുന്ന ഫ്രണ്ടിനോട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും ഈ ഫ്രണ്ട് ഇവൻ്റെ അമ്മമാരുടെ റെസ്റ്റോറൻറ്റിലായിരിക്കും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ലോട്ടറി ടിക്കറ്റിൻ്റെ റിസൾട്ടൊക്കെ കഴിയുന്ന ടൈമിൽ ഇവർക്ക് പ്രൈസ് ഒന്നും അടിക്കുന്നില്ല. എന്നാൽ മിനാലി ആണെങ്കിൽ ഇവളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ഒരു പഴയ ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ ഡൗട്ടോട് കൂടി നോക്കുന്നതും അങ്ങോട്ട് കങ്സു വരുന്ന ടൈമിൽ ഇവൾ നൈസായിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. ആള് കോഫി ആയിട്ടാണ് എത്തുന്നത്. ഈവാണെങ്കിലും ഇനി നാളെ ഇതുപോലെ മീറ്റിംഗ് വെക്കാൻ എല്ലാവരും വരണം, പിന്നെ നാളെ സ്പേസ് ടൂർ ഉള്ളതിലെന്ന് പറയുമ്പോൾ ഗോങ്യോങ് ആകെ വണ്ടടിക്കുന്നുണ്ട്. സാൻഡിയും സെങ്ചുനും മെയിൻ മൊഡ്യൂളിൽ ഉണ്ടായിരിക്കണം, അങ്ങോട്ടാണ് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശങ്ങൾ വരുന്നതെന്നൊക്കെ ഈവ് പറയുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ ഈ സ്പേസിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണെന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സെങ്ചുൻ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ വരുന്ന ടൈമിൽ ഒരു സ്യൂട്ട് നമ്മുടെ സോളാർ പാനലിൽ ഇടിച്ചല്ലോ, അതുകൊണ്ട് അവിടെ കേടുപാടൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ എന്നാണ് സെങ്ചുൻ അവിടെ പറയുന്നത്. അങ്ങനെ മീറ്റിംഗ് പിരിച്ചുവിടുന്നതും ഗോങ്യോങ് ആണെങ്കിൽ പിന്നീട് അല്ല സ്പേസ് ടൂറിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആരാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ കങ്സു ആണെന്ന് പറയുന്നതും ഇവൻ്റെ മൈൻഡ് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആകുന്നുണ്ട്. അല്ല ഈ സ്പേസ് ടൂറിന് പോയ ഒരു 4-5 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് മിനിമം 7 മണിക്കൂറെങ്കിലും ആവുമെന്ന് ഇവൾ പറയുന്നതും 7 മണിക്കൂറല്ലേ, അതെന്തായാലും നന്നായി എന്നാണ് ഇവൻ മനസ്സിൽ വിചാരിക്കുന്നത്. അല്ല ഈ പോയി കഴിഞ്ഞിട്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ട് തിരിച്ചു വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കങ്സ് പോയിട്ട് തിരിച്ചു വരരുതെന്നാണോ താൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്ന ഈവിനോട് അതെ അല്ലല്ല അത് പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ എക്സ് ആണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. അല്ല ഈ പുറത്തേക്ക് പോകുന്നത് ഡേഞ്ചർ ആണല്ലോ, അപ്പം അങ്ങനത്തെ വല്ല കേസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചതായെന്ന് പറയുന്ന ഗോങ്യോങ്ങിനോട് ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യവും ഡേഞ്ചറസ് ആണല്ലോ, അതുകൊണ്ട് പെയറായിട്ടാണ് നാളെ സ്പേസ് ടൂറിന് പോകുന്നത്, ആളുടെ കൂടെ ഞാനും പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ ഷോക്കാകുന്നുണ്ട്. അല്ല നിങ്ങളെന്തിനാ പോകുന്നത്, ആൾക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടെ, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്, ഈ സ്പേസിലൂടെ ഇങ്ങനെ നടക്കുക ഇതൊക്കെ സെറ്റാക്കുക എന്ന് പറഞ്ഞ് നിസ്സാര കാര്യമൊന്നുമില്ല, നല്ല എക്സ്പീരിയൻസ് വേണമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ താൻ എന്താ പറയുന്നത് എനിക്ക് കഴിവില്ല എന്നാണോ എന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ഈ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നതും അവിടെ ഒരു പാസ്റ്റ് സീനാണ് കാണിക്കുന്നത്. അതായത് ട്രെയിനിങ്ങിന് പോകുന്ന ടൈമിൽ ഇവനിങ്ങോട്ട് വരുമ്പോൾ ഒരു ഡ്രസ്സൊക്കെ സെറ്റ് ആക്കണമല്ലോ, അത് കസ്റ്റമൈസ് ചെയ്തിട്ട് അളവെടുത്തിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് വരുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അല്ല ഈ സ്പേസ് ടൂർ നടത്തുമ്പോൾ വേറൊരു ഡ്രസ്സാണല്ലോ ഇടുക, അതെനിക്ക് വേണ്ടിയെന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഈ ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും, നമ്മൾ അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല, നമുക്ക് അങ്ങനെ കഴിയൂ, അതായത് 0.0001 mm സ്പീഡിലേക്ക് നമുക്ക് നടക്കാൻ പറ്റും, നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞു അങ്ങ് പൊട്ടിപ്പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ ഗ്ലൗസിലോ ഈ ഡ്രസ്സിലോ എവിടെയെങ്കിലും ഒരു ഹോൾ വരികയാണെങ്കിൽ 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോധം പോകും, 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ലങ്സും അതുപോലെ മറ്റുള്ള എല്ലാ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കും, 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വടിയാകുന്നു പറയുന്നതും ഇത് കേൾക്കുമ്പോൾ ഇവൻ നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത ആൾ അത്ര പൊട്ടനൊന്നും ആയിരിക്കില്ലല്ലോ, പെട്ടെന്നൊന്നും ഒരു ഓട്ടമൊന്നും എവിടെയും വീഴത്തില്ലല്ലോ എന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിളിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ സ്യൂട്ട് ഉണ്ടാക്കുന്നതെന്ന് ഇവളവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും അല്ല അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ ഈ സ്പേസ് ടൂർ ചെയ്യാൻ പറ്റത്തില്ല, ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ജനാലയിലൂടെയും കുഞ്ഞു കുഞ്ഞു ഓട്ടകളിലൂടെയൊക്കെ പുറത്തേക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ എന്താ തനിക്ക് മരിക്കാൻ ഇത്രയ്ക്ക് ആഗ്രഹം ഉണ്ടോ എന്നാണ് അവിടെ തിരിച്ച് ചോദിക്കുന്നത്. ഈ സ്പേസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സൂയിസൈഡ് മിഷൻ പോലെയാണ്, പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമെന്ന് പോലും അറിയത്തില്ല, ഒരു കൺസെൻറ്റ് ഒരു വില്ല അവിടെ എഴുതി വെച്ചിട്ടാണ് ഇവർ പുറത്തേക്ക് പോവുക എന്നൊക്കെ പറയുന്നൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന ഇവൾക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ നിങ്ങൾ വില്ല എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മരിക്കുക കമാൻഡർ ആയിരിക്കുമെന്ന് ഇവൾ പറയുന്നത് കേട്ട് ഇവൻ അങ്ങ് ചൂടാവുകയാണ്. എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു, ഈ ഒരു മിഷൻ അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനം വരെ സർവൈവ് ചെയ്യേണ്ടത് കമാൻഡർ ആണെന്നൊക്കെ പറയുമ്പോൾ ഇവനിങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഇവളങ്ങ് എക്സൈറ്റ്മെൻറ്റ് അടിക്കുന്നുണ്ട്. താൻ കൊള്ളാലോ, ആരാ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ പറയാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്, എന്തായാലും പോയി ഒരു സ്പേസ് ടൂറിസ്റ്റാണ് ഇപ്പോൾ കമാൻഡർക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുന്നതെന്ന് പറഞ്ഞ് ഇവൾ ചിരിക്കുന്ന ടൈമിൽ ഇവനും ചിരി വരുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു നൈസ് സീനാണ് അവിടെ കാണിക്കുന്നത്. ഗോയിനി സ്റ്റാഫും കൂടിയിട്ട് ഈ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇവളുടെ സ്റ്റാഫാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എല്ലാ ഫയൽസും മാറ്റി വെച്ചിട്ടുണ്ട്, കുറേ നശിപ്പിച്ചിട്ടുണ്ട്,
ഗോങ്യോങ് തിരിച്ചു വന്നിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെന്തൊരു ഡേഞ്ചർ ആയിട്ടുള്ള ആളാണെന്ന് സ്റ്റാഫ് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിലോ കങ്സുവിനെ പറ്റി ആലോചിക്കുന്നതും എന്നാൽ എന്ത് കണ്ടിട്ടാ ഞാൻ അതുപോലത്തെ ഒരു വൃത്തികെട്ടവനെ പ്രേമിച്ചെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ധോനയുടെ വൈഫാണെങ്കിൽ ആളൊരു പീഡിയാട്രിഷ്യൻ ആണല്ലോ. ആളിങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നതും എല്ലാവരും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആളെ തോളിലേറ്റിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുത്തെ മെയിൻ ഡോക്ടേഴ്സ് ഒക്കെ തന്നെ അപ്പം അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇവനെ തള്ളി മാറ്റുന്നതും ഇവനാണെങ്കിൽ വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. അപ്പം മെയിൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ VIP റൂം റെഡിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, സ്പേസ് സ്റ്റേഷനിൽ ആര് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്തോട്ടെ, നമുക്ക് സക്സസ് ആയ പോരെ, അവരിതൊക്കെ സക്സസ് ആക്കി തിരിച്ചു വരുന്ന ടൈമിൽ നിങ്ങളുടെ ബോഡി വീക്കാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ചോദിക്കുന്നതും പിന്നീട് തിരിച്ചു പോകുന്ന ഈ ഡോക്ടേഴ്സിനോട് ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ട് ആൾ ഓക്കെ അല്ലേ സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ട് ഇവൻ അറിയാലോ. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ആണെങ്കിൽ താൻ ഇവിടെ കടന്ന് കറങ്ങണ്ട, ഇതിലൊന്നും ഇടപെടേണ്ട എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ ഗോങ്യോങ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് മൊത്തം ഇയാളാ ചെയ്തെന്ന് പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നതെന്ന് അവിടെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ സാൻഡിയും സെങ്ചുനും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതും ഇത് കാണുന്ന ഡോക്ടർ ആണെങ്കിൽ അല്ല ഇവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർ എവിടെ പോയി, അവരെ വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ പാർക്കാണെങ്കിൽ അത് വേണ്ട, അവർ സ്പേസ് ടൂറിനൊക്കെ പോകാൻ നിൽക്കുന്നവരല്ലേ, അവരെ ടെൻഷൻ അടിപ്പിക്കേണ്ട എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ഗോവിന കങ്സുവിനെ വിളിക്കുന്നുണ്ട്. ഇതുപോലെ എക്സ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ അവനൊരു ഡെലിവറി ബോയ് മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ വായിൽ തോന്നി ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ ചീത്തയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. എന്നാൽ ഇവനാണെങ്കിലും ഈ ചീത്തയൊന്നും ശ്രദ്ധിക്കാതെ ഇവളുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുന്നതും അവസാനം എന്തൊരു പ്രിറ്റിയെന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിലും ഇയാൾക്ക് എന്താ വട്ടുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. സാൻഡിയും സെങ്ചുനും ആണെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്ന ടൈമിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നതും ഗോങ്യോങ് ആണെങ്കിൽ ഇവർ പോകുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യണം. അതായത് ഇവർ വർക്കൗട്ട് ചെയ്യുന്ന ആ മൊഡ്യൂളിൽ തന്നെയാണ് സാമ്പിൾസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇവർ പോയതിനു ശേഷം ഇവൻ അങ്ങോട്ട് ചെല്ലുന്നതും ഇതേ ടൈമിൽ മിനാലി ആണെങ്കിൽ ആ പഴയ ലോട്ടറി ടിക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 500 ബില്യൺ അതിൽ അടിച്ചിട്ടുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട്. മൊഡ്യൂളിൽ എത്തുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഫ്രണ്ടിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതും ഈ ഒരു ലോക്കർ തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ട്രിക്കും ഇല്ലെന്ന് പറയുന്ന ഫ്രണ്ട് ആണെങ്കിൽ അല്ല എന്തെത്ര ശബ്ദം എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അതൊരു സെൻട്രിഫ്യൂജിൻ്റെയാണ്, ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നി ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന്, അതിൻ്റെ മോട്ടറിൻ്റെ ശബ്ദം എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ ഫ്രണ്ട് ആണെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്താൽ ഈ മോട്ടർ ഇങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്പാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തം ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടാവും, ഫുള്ള് ഷട്ട് ഡൗൺ ആവും എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവനാണെങ്കിൽ നീ എന്താ പറഞ്ഞ് കറണ്ട് പോകുമെന്ന്, അതായത് ഇവിടെ മൊത്തം ഷട്ട് ഡൗൺ ആവുമെന്ന്, അങ്ങനെയാണെങ്കിൽ ഈ ലോക്ക് അൺലോക്ക് ആവത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അൺലോക്ക് ആകും. അങ്ങനെ അൺലോക്ക് ആകുന്ന ടൈമിൽ അവിടെയുള്ള സാമ്പിൾസ് ഒക്കെ മറ്റൊരു മൊഡ്യൂളിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഫ്രണ്ടിനോട് അല്ലടാ ഈ ലാബ് എക്യുപ്മെൻറ്റ്സ് മാത്രമല്ലല്ലോ ഈ മോട്ടറിൽ വർക്ക് ചെയ്യുക, ഈ ട്രെഡ്മില്ലും ഇതിൽ വർക്ക് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും എടാ ഈ ട്രെഡ്മില്ലിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇതിൽ സ്പാർക്ക് വരും, ഷട്ട് ഡൗൺ ആവും, അപ്പോൾ എനിക്ക് സാമ്പിൾസ് എടുത്തോടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാ പറയുന്നത്, അങ്ങനെ ട്രെഡ്മില്ലിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ഹൃദയം പൊട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്, നിനക്കതൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അതൊന്നും എനിക്കിപ്പോൾ വിഷയമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആ സാമ്പിൾസ് എടുക്കണം, എൻ്റെ കയ്യിൽ 7 മണിക്കൂറാണുള്ളത്, എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഗോങ്യോങ്ങിനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഈവ് നോക്കുന്ന ടൈമിൽ ഐച്ച പ്രഗ്നൻ്റ് ആയിരിക്കും. ഇവളങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. ആദ്യം തന്നെ ഗോങ്യോങ്ങിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഇവൻ ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഇവനെ അന്വേഷിച്ച് ഇവൾ ഗോങ്യോങ്ങിൻ്റെ അടുത്ത് പിന്നീട് എത്തുന്നതും ഇൻഡീസൻസി പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോൾ ആര് എന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഇവൻ ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവളാണെങ്കിൽ ഈ ഈച്ചയില്ലേ അത് പ്രഗ്നൻ്റ് ആയി, എന്ത് വലിയ കാര്യം എന്നറിയോ, ഈ ഒരു സീറോ ഗ്രാവിറ്റിയിൽ ഇത് ആദ്യമായിട്ടാണ് ഈച്ചയിൽ സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നതും ഇവനും ഹാപ്പി ആകുന്നുണ്ട്. ഇവളാണെങ്കിലോ ഇതിപ്പോൾ കങ്സു അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈച്ചകളെ പോലെ ഇതെടുത്തു കൊണ്ടുപോയി ഇവരിൽ ഡ്രഗ്സ് ഒക്കെ അപ്ലൈ ചെയ്യും, ഇവനത് തട്ടിയെടുക്കുന്നു പറയുമ്പോൾ കങ്സു എന്തിനാ ഈ ഈച്ചനെ എടുക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഇതവൻ്റെ ടെസ്റ്റ് ഈച്ചകളൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് സംഭവം ശരിയാ, പക്ഷേ ആൾ കുശുംബന അതൊക്കെ ചെയ്യും, എന്നിട്ട് ഒരുപാട് ഡ്രഗ്സ് ഒക്കെ കുത്തിവെക്കുമെന്ന് പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിലും വലിയ അത്ഭുതമൊന്നുമില്ല, മറ്റുള്ളവരുടെ സാധനങ്ങൾ തട്ടിയെടുക്കാൻ അവൻ പണ്ടേ എടുക്കണമെന്ന് പറയുന്നതും നിങ്ങൾക്കറിയാലോ ഞാനൊരു ഡോക്ടറെ, എന്നെ സംബന്ധിച്ച് എനിക്കറിയാതെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതുകൊണ്ട് ഞാനിത് കങ്സുവിന് കൊടുക്കത്തില്ല എന്ന് പറയുന്ന ഇവനോട് അല്ല ഇയാൾക്ക് എന്താ പനിയുണ്ടോ, ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇവന് പെട്ടെന്ന് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവളാണെങ്കിലും അല്ല ഗേൾ ഫ്രണ്ടിൻ്റെ സ്വത്ത് ആരെങ്കിലും അടിച്ചു കൊണ്ടുപോയാലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഇവളോട് ഇയാൾക്ക് എന്തോ എന്ന് ഇവൻ തിരിച്ചു ചോദിക്കും. നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ഗോങ്യോങ് ചോദിക്കുന്ന ടൈമിൽ എനിക്ക് പാർട്ട്ണർ ഉണ്ടെന്ന് ഇവൾ പറയുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലെത്തിയിട്ട് നമുക്ക് മീറ്റ് ചെയ്യണം, എന്താ നമ്മൾ മീറ്റ് ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇവൾ പറയുന്നുണ്ട്. പിന്നീട് ഇവർ ശ്രദ്ധിക്കുമ്പോൾ ഈ ഈച്ച ഇങ്ങനെ പ്രസവിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇവർ എക്സൈറ്റ്മെൻറ്റോട് കൂടി അത് നോക്കി നിൽക്കുന്നുണ്ട്.